ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിധാത ലേണിംഗ് ഹബ്. നമ്മുടെ റൂറൽ സോഷ്യോളജിയുടെ PYQ ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ ആൻസറിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പാർട്ട് 1ലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റൂറൽ സോഷ്യോളജി. 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യമാണ് റൂറൽ സോഷ്യോളജി കൺസെപ്റ്റ് വിശദീകരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശമൊക്കെ. എന്താണ് റൂറൽ സോഷ്യോളജി? റൂറൽ സൊസൈറ്റിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യോളജിൻ്റെ ബ്രാഞ്ചാണ്. പിന്നെ ഏകദേശമായി പറഞ്ഞ പോലെ തന്നെ അതൊരു സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള കൃത്യമായ പഠനമാണ്. പിന്നെ അങ്ങനെ കുറേ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ ഏകദേശം ടെക്സ്റ്റിൽ അതേ സംഭവത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ടെക്സ്റ്റിലെ ഡാറ്റാസ് വെച്ച് മാത്രമേ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, പുറത്തുനിന്നൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ ചോദ്യമാണ്, റൂറൽ കമ്മ്യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓലെ ഒക്കുപേഷൻ ഹോമോജിനിറ്റി, അവർക്കൊരു ജോലി ഉണ്ടാവും, അത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കാര്യം. പിന്നെ ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, വളരെ പ്രൈമറി ഗ്രൂപ്പ് ഓഫ് റിലേഷൻഷിപ്പ് കാര്യം, വളരെ അടുത്ത ബന്ധക്കാരെല്ലാം എല്ലായിടത്തും ഉണ്ടാവുക. പിന്നെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, റിലീജിയസ് പ്രാക്ടീസൊക്കെ ആയിട്ടുള്ള ഒരു ആചാര രീതികളൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി, നല്ല കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ല ബോണ്ട് ഉണ്ടാവും, സമൂഹത്തിൽ നല്ല ഒത്തൊരുമ ഉണ്ടാവും. പിന്നെ കുറച്ച് ചെറിയൊരു പോവേർട്ടി ആൻഡ് ലാക്ക് ഓഫ് അമ്യൂണിറ്റീസ്, വലിയ ഇൻകമൊന്നും ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പോവേർട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ പുതിയ കാലത്തുള്ള സർവീസുകൾക്ക് അപ്ഡേഷൻസൊക്കെ എത്താൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ലാഗ് ഉണ്ടാവും. പിന്നെ ഒരു കൺസർവേറ്റീവ്സ്, അതായത് ഒരു പെട്ടെന്ന് സോഷ്യൽ ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല, കുറച്ച് പതുക്കെ ആയിരിക്കും, ഒരു ട്രഡീഷണലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, കൺസർവേറ്റീവ് ചിന്താഗതിക്കാരുണ്ടായിരിക്കുക. പിന്നെ ജിയോഗ്രഫിക്കൽ സ്വഭാവങ്ങളാണ് റൂറൽ കമ്മ്യൂണിറ്റിൻ്റെ. എന്തൊക്കെ വെച്ചാൽ ഒരു ലോവർ പോപ്പുലേഷനെ കാര്യം അർബൻ സംബന്ധിച്ചിടത്തോളം. പിന്നെ നേച്ചറുമായിട്ട് നേരിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കും, അതായത് ഈ ക്ലൈമറ്റ്, ഫോറസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ ഫോറസ്റ്റിനോടൊക്കെ. പിന്നെ വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഉണ്ടാവുക പോപ്പുലേഷന്. പിന്നെ നല്ല ശുദ്ധമായ പ്രകൃതി ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, റൂറൽ എക്കണോമി ഇൻ പ്രീ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ഇൻ ഇന്ത്യ. കൊളോണിയലിൻ്റെ മുമ്പും ശേഷവും ഇന്ത്യയുടെ റൂറൽ എക്കണോമിയെ കുറിച്ചുള്ള, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പ്രീ കൊളോണിയൽ പീരീഡിൽ, കൊളോണിയലിസത്തിൻ്റെ മുമ്പ് അതൊരു അഗ്രഗേറിയനായിരുന്നു, പ്രധാനമായിട്ടും അഗ്രികൾച്ചർ, പിന്നെ ലോക്കൽ ഇൻഡസ്ട്രീസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് അതിൻ്റെ ഇതാണ് പറയണത്, അഗ്രിഗേറിയൻ ബേസ് ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് കൃഷിയായിരുന്നു പ്രധാന മാർഗം. പിന്നെ പുറത്തേക്ക്, അതായത് പുറത്തേക്കും അല്ലാതെ എന്താണ് ഇതൊന്നും ഉണ്ടാകുന്നില്ല, സെൽഫ് സഫിഷ്യൻസി ചെയ്യുന്നത്, സ്വന്തമായിട്ട് അവനവന് വേണ്ട സാധനങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കുക, പുറത്തൊന്നും അല്ലാതെ വാങ്ങുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ജാജ് മണി സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്, അതെന്താ വെച്ചാൽ നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തിനെ പോലെ തന്നെ കൊടുക്കുക, വാങ്ങുക, ഒരു സാധനം കൊടുത്ത് അത് വേറെ സാധനം തിരിച്ചു വാങ്ങുക എന്നുള്ള സിസ്റ്റമാണ് തോന്നുന്നത്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്, കുറേ എന്താണ് ആർട്ടും ക്രാഫ്റ്റ്സൊക്കെ വർക്കൊക്കെ ചെയ്തിരുന്നു. പിന്നെ ലാൻഡ് ഓണർഷിപ്പ്, ഓരോ കമ്മ്യൂണിറ്റീൻ്റെ ബേസ് ആയിട്ടായിരുന്നു ലാൻഡ് ഉണ്ടായിരുന്നത്, ഫ്യൂഡൽ സൊസൈറ്റി. പിന്നെ ചില ലാൻഡ് ഓണേഴ്സൊക്കെ ഉണ്ടാവും, സെമീന്ദാർസ് പോലത്തെ ആൾക്കാർക്ക്, കർഷകർക്ക് ഇത് കൊടുക്കുക ചെയ്യുക, ജന്മിമാർ നല്ല രൂപത്തിൽ കർഷകർക്ക് ഓല സ്ഥലം കൊടുക്കുക ചെയ്യുക, എന്നിട്ട് കൃഷി ചെയ്യിപ്പിക്കാൻ പറയും. പിന്നെ കൊളോണിയലിസത്തിന് ശേഷം കുറേ പ്ലാനിങ് കമ്മീഷനൊക്കെ നിലവിൽ വന്നുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നാണ് ലാൻഡ് റിഫോംസ് എന്നാൽ കൃത്യമായ സ്ഥലങ്ങൾ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കലുണ്ടായി. ഈ ജന്മിമാരിൽ നിന്നൊക്കെ ഭൂമി പിടിച്ചു, അങ്ങനെയൊക്കെ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമാണ്. പിന്നെ ഗ്രീൻ റവല്യൂഷൻ, നമ്മുടെ MN ശ്രീനിവാസൻ്റെ കീഴിൽ വലിയ സീഡ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, ഫെർട്ടിലൈസേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഗ്രീൻ റവല്യൂഷൻസ് സംഭവിച്ചു. പിന്നെ എക്കണോമിക് പോളിസി 1991 വന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള എക്കണോമിക് പോളിസി വന്നതോടുകൂടി ഒരു എക്കണോമിയിൽ കാര്യമായ ചേഞ്ച് ഉണ്ടായെന്ന് പറയുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ
മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമി തുറന്നു കൊടുക്കുക, പിന്നെ എന്താണ് സ്വന്തം രാജ്യങ്ങളിൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോയി ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ നടന്നു. എന്താണ് ഓരോ ഗ്രാമീണ മേഖലകളിലെ ഹൗസിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഓരോ യോജനകളൊക്കെ കൊണ്ടുവന്നു, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ ചോദ്യം ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഡൊമൈൻഡ് കാസ്റ്റ് ഇൻ റൂറൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാസ്റ്റുകളുടെ എന്തൊക്കെ വർക്കായിരുന്നു ഉണ്ടായിരുന്നത് ചോദിച്ചാൽ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ അടിയിൽ കൊടുക്കുന്നുണ്ട്. എക്കണോമിക് പവർ, അവർക്ക് ധാരാളം സ്ഥലങ്ങൾ ഒക്കെ കൈവശം വെച്ചുകൊണ്ട് തന്നെ അഗ്രികൾച്ചറും പ്രൊഡക്ഷനും അതിലൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ സർവൈവലൊക്കെ കാസ്റ്റിൻ്റെ ജീവിതോപാധികൾക്ക് ഓല കയ്യിലായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന വളരെ എക്കണോമിക് പവർ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പഞ്ചായത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓലനായിരുന്നു അടക്കി ഭരിച്ചിരുന്നത്. പിന്നെ സോഷ്യൽ കൺട്രോളാണ്. സോഷ്യൽ കൺട്രോൾ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ഒരു ട്രഡീഷണൽ നോംസും വാല്യൂസൊക്കെ ആചാരപരതയിലൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരൊക്കെ ഓല തന്നെയായിരുന്നു. പിന്നെ റിച്വൽസ്, കൾച്ചറൽ അതോറിറ്റി, അതായത് ഒരു ഫെസ്റ്റിവൽസും നാട്ടിലത്തെ ക്ഷേത്രങ്ങളിലത്തെ പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ ജാജ് മണി സിസ്റ്റത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള ജാജ് മണി സിസ്റ്റം നടക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ പോലെ ആയിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസ് ഓൺ മോഡേണൈസേഷൻ, അതായത് പിന്നെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ കാരണം ഈ ഉയർന്ന ജാതിക്കാരാണെന്ന് പറയുന്നത്. പിന്നെ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, അങ്ങനെ പൊളിറ്റിക്സിൽ ധാരാളം ഇൻഫ്ലുവൻസ് ഉണ്ടായി. അപ്പോൾ ഒരു കുറേ കമ്മീഷനൊക്കെ നിലവിൽ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് സ്ട്രക്ചർ ഓഫ് റൂറൽ ലോക്കൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിനെന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലാണ് എങ്ങനെയാണ് റൂറൽ ലോക്കൽ ഗവൺമെൻറ്റ്സ് എങ്ങനെ നടന്നിരുന്നത്, ഗ്രാമീണ മേഖലയിലുള്ള ഭരണവ്യവസ്ഥ നടന്നിരുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും പഞ്ചായത്ത് രാജ് സിസ്റ്റം ആയിരുന്നു. അത് 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ 1992 നിലവിൽ വന്നത്. അപ്പോൾ നിലവിൽ വന്നത് എന്നാണ് അപ്പോൾ ഈ അമെൻമെൻറ്റിൽ ഇതിൽ നിലവിൽ വന്നു പ്രധാനമായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കേണ്ടി വരും. പിന്നെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ വില്ലേജ് ലെവലിൽ ഗ്രാമീണ മേഖലയിലുള്ള പഞ്ചായത്താണ്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ വെച്ചാൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് നൽകിയിട്ടുള്ള ഓരോ ടാസ്കുകൾ ചെയ്യുക, പിന്നെ ഫൈനാൻഷ്യലായിട്ടുള്ള ടാക്സുകൾ പിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പഞ്ചായത്ത് സമിതി ബ്ലോക്ക് ലെവലിലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഓല് ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടയിലൊരു ഇതുപോലെ ലിങ്ക് പോലെ പ്രവർത്തിക്കുക. പിന്നെ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടുന്ന് തന്നെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടാകുക. പിന്നെ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞാൽ ഒരു പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ സംഭവങ്ങളും ഈ ജില്ലയിലുള്ള സംഭവങ്ങൾ മൊത്തം ഒരുമിച്ച് കൂട്ടുക. പിന്നെ എംപിമാരും MLA-മാരും ജില്ലയിലുള്ള എംപിമാരും MLA-മാരുടെ ഒക്കെ കൂടിയിട്ടുള്ള സമിതി, അങ്ങനെയൊക്കെ രൂപീകരിക്കുന്ന സാധനമാണ് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞാൽ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ നടത്താനുള്ള സമിതിയാണ്. പിന്നെ അടുത്ത ചോദ്യമാണ് ക്വസ്റ്റ്യൻ 6, ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പോവേർട്ടി അലിവേഷനാണ്. ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ എക്കണോമിക് ഗ്രോത്ത്, സമൂഹത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നാട്ടിലുള്ള റോഡ്, ഇലക്ട്രിസിറ്റി, ഹൗസിങ് ഒക്കെ ഉഷാറാക്കുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന്, ജോലികൾ ഉണ്ടാക്കുക, അത് പിന്നെ കുറേ നമ്മുടെ ഗ്രാമീണ തൊഴിലുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഹെൽത്ത് സർവീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, എഡ്യൂക്കേഷനൊക്കെ വർദ്ധിപ്പിക്കുക, എംപവർമെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതായത് ഒരു കഴിയപ്പെട്ട ആൾക്കാരൊക്കെ സമൂഹത്തിന് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നല്ല രൂപത്തിൽ. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് കുറേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രകൃതിക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഉയർന്ന സൊസൈറ്റിയുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ. പിന്നെ സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജിയെ കുറിച്ചാണ് പറയുന്നത്. റൂറൽ സോഷ്യോളജിൻ്റെ സ്കോപ്പ് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിക്കും. റൂറൽ അർബൻ ഡിഫറൻസസ് ആൻഡ് ലിങ്കേജസ്, റൂറലിൻ്റെ അർബൻ്റെയും ഇടയിൽ വ്യത്യാസം മനസ്സിലാക്കാം. പിന്നെ റൂറൽ എക്കണോമീൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് സാമ്പത്തിക വ്യവസ്ഥ, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും.
ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, മാരേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ റൂറൽ ഗവേണൻസ് എങ്ങനെയാണ് നാട്ടിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റം, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ്സൊക്കെ എങ്ങനെ ബാധിക്കുന്നു അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, നാട്ടിലുള്ള പോവർട്ടി അലിവേഷൻ, എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പോലത്തെ ഡെവലപ്മെൻറ്റ്സിനൊക്കെ കുറിച്ച് പഠിക്കാം. പിന്നെ സോഷ്യൽ ചേഞ്ച്, അതായത് എങ്ങനെ മോഡേണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനും മൈഗ്രേഷനും ഗ്രീൻ റവല്യൂഷനൊക്കെ എങ്ങനെ ബാധിച്ചു, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയെന്നൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ റൂറൽ പ്രോബ്ലം ആൻഡ് ഇഷ്യൂസ്, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ലിറ്ററസി അങ്ങനത്തെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് പരിഹാരം കണ്ടെത്തുക. പിന്നെ റൂറൽ സോഷ്യോളജി, അതായത് റൂറൽ സോഷ്യോളജി, അതായത് റൂറൽ സോഷ്യോ അപ്ലൈ ചെയ്യുന്നതിലൂടെ കുറേ ഡെവലപ്മെൻറ്റ്സും പ്രോഗ്രാംസൊക്കെ എത്തിക്കാൻ പറ്റും. പിന്നെ ജാൻമണി സിസ്റ്റത്തിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാനാണ് പറയുന്നത്. അപ്പോൾ ജാൻമണി സിസ്റ്റം വന്നതോട് കൂടിയിട്ട് ചേഞ്ചസ് ഇൻ ജാൻമണി സിസ്റ്റം ഇൻ ഇന്ത്യ, അതായത് ജാൻമണി സിസ്റ്റത്തിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം പ്രീ കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ആയപ്പോഴത്തേന് ജാൻമണി സിസ്റ്റത്തിനുള്ള കുറേ പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷനും പിന്നെ മെഷീൻ മെയ്ഡ് ഗുഡ്സൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഹാൻഡിയൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു ജാതീയമായ തൊഴിലുകളൊക്കെ ഏകദേശം അവസാനിച്ചു. അപ്പോൾ അത് ഈ ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും, ജാൻമണി സിസ്റ്റത്തിനെ ബാധിച്ചിരിക്കണ്. പിന്നെ പേയ്മെൻറ്റ്സ് ക്യാഷിലേക്ക് മാറി, അതായത് കുറേ പ്രൊഡക്റ്റിനൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയിലായപ്പോൾ നമ്മുടെ ബാറ്ററി സിസ്റ്റത്തെ പോലത്തെ സംവിധാനമായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായി. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ നിന്ന് മാറിയിട്ട് പ്രൊഡക്റ്റ് കൊടുത്ത് ക്യാഷ് മേടിച്ച് പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ള രൂപത്തിലേക്ക് മാറി. അപ്പോൾ അതും അതിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ലാൻഡ് റിഫോംസ് ഉണ്ടായപ്പോൾ കുറേ ആൾക്കാർക്ക് ലാൻഡ് കിട്ടി. പിന്നെ ഈ ലാൻഡ് റോഡ്സിൻ്റെ ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഓലൊരു അതോറിറ്റി പോവുകയും ചെയ്തു. പിന്നെ കാസ്റ്റിന് ജാൻമണി സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ലാതായിരിക്കും ചെയ്തു. അങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസൊക്കെ എത്തിപ്പെട്ടു, അതായത് ജോലി, അർബൻ ഏരിയയിലേക്കുള്ള ജോലി അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ മാർക്കറ്റ് എക്കണോമി നിലവിൽ വന്ന സംഭവം, അതായത് ഒരു ട്രഡീഷണൽ രൂപത്തിൽ നിന്ന് മാറി ഒരു ട്രാൻസാക്ഷണൽ അപ്രോച്ച്, പൈസ അങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാൻ നല്ല രൂപത്തിലേക്ക് മാറിയപ്പോൾ അതിന് പ്രശ്നമുണ്ടായി. പിന്നെ കാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന രൂപത്തിൽ ഇപ്പോൾ ഇല്ലല്ലോ. അതുപോലെ കാസ്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ പോയതോടുകൂടി ഇത് കുറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് മൊബിലിറ്റി പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു ട്രഡീഷണൽ വില്ലേജിൻ്റെ ബൗണ്ടറിയൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും ഇമ്പ്രൂവ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ വന്നതോടുകൂടി അപ്പോൾ ഇതിന് ജാൻമണി സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് കുറേ സ്കീമുകൾ കൊണ്ടുവന്നു, അതായത് വെൽഫെയർ, ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റിനൊക്കെ അതിലെ സംഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ആവശ്യം തീർന്നു. അങ്ങനെയൊക്കെയാണ് ജാൻമണി സിസ്റ്റത്തിൽ വന്ന ചേഞ്ചസ്. പിന്നെ സമ്മറൈസ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ സോഷ്യോളജിയുടെ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. അത് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ പാർട്ട് ബി ആണ് പറയുന്നത്. അപ്പോൾ റൂറൽ സോഷ്യോളജിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ 1820 ഒരു സിസ്റ്റമാറ്റിക് സയൻസായിട്ട് റൂറൽ സോഷ്യോളജി വന്നത്. പിന്നെ 1907 ആയപ്പോഴാണ് റെക്കഗ്നിഷൻ വന്നത്. അതിനെക്കുറിച്ച് കുറേ നമ്മളെ പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാഠത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഓരോ സർ ഹെൻറി അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം എന്തായിരുന്നു ഇത്, അതായത് ആദ്യം 1820 തുടങ്ങിയിട്ട് പിന്നെ 1907 നിലവിൽ വന്നു. പിന്നെ ഓരോ കാലങ്ങളിലായിട്ട് 1915 സോഷ്യോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. പിന്നെ അങ്ങനെ 1907 ഒരു CLC കമ്മീഷൻ, അതായത് ഈ അമേരിക്കൻ്റെ കീഴിൽ സോഷ്യോളജിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു കമ്മീഷനൊക്കെ നിലവിൽ വന്നു. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സംഭാവനകൾ നൽകിയ ആൾക്കാർ മജുംദാർ, ശ്രീനിവാസ്, CS ദുബെ, അതിലൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അതൊക്കെയാണ് അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക, കുറച്ച് വിശദീകരിക്കാനുണ്ടാവും. പിന്നെ റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസസ് ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒക്കുപ്പേഷന് പ്രധാനമായിട്ട് ട്രഡീഷണൽ ഡിഫറൻസസിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കുപ്പേഷൻ പറഞ്ഞാൽ റൂറൽ ഏരിയാസ് പ്രൈമറി, അതായത് ഫിഷിങ്, അഗ്രികൾച്ചർ, ഫോറസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ മറ്റുള്ള അർബൻ ഏരിയാസ് മാനുഫാക്ചർ, സർവീസ് അങ്ങനത്തെ മേഖലകളൊക്കെ. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് സൈസ്, പിന്നെ പോപ്പുലേഷന് നാട്ടിലത്തെ റൂറൽ ഏരിയാസിൽ കുറച്ച് ആൾക്കാരുള്ളൂ, അർബൻ ഏരിയാസിൽ ആൾക്കാർ കൂടുതലായിരിക്കും. പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് റൂറൽ ഏരിയാസിൽ കൂടുതലായിരിക്കും, അർബൻ ഏരിയാസിൽ കുറവായിരിക്കും.
ഓർഗനൈസേഷൻസൊക്കെ അതിന് പരസ്പര റിലേഷൻഷിപ്പ് കുറവായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ആൻഡ് കൾച്ചർ, റൂറൽ ഏരിയക്കാരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അർബൻ ഏരിയാസ് മോഡേൺ കോംപ്ലക്സ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, റൂറൽ ഏരിയാസിലൊരു റിജിഡ് അല്ല കാസ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളെ കാരണം അർബൻ ഏരിയാസിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള വലിയ ക്ലാസ് ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ കുറവായ കാരണം അങ്ങനത്തെ എന്താണ് അർബൻ ഏരിയാസ്. പിന്നെ മൊബിലിറ്റി എന്ന് പറയുന്നത്, മൊബിലിറ്റി പറഞ്ഞാൽ റൂറൽ സൈഡിലെ ആൾക്കാർ പ്രധാനമായിട്ടും അവർക്ക് അങ്ങനെ ഒരു മൊബിലിറ്റി പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള ഒരു മൊത്തത്തിലുള്ള സംഭവമാണ് പറയണത്. അപ്പോൾ അവർക്ക് അങ്ങനെ പരിചയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുറേ മൈഗ്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ മറ്റേ റൂറൽ ഏരിയാസിൽ കുറച്ചുള്ളൂ ഉണ്ടാവുക. പിന്നെ അമ്യൂണിറ്റീസ് ആൻഡ് സർവീസ്, അതായത് ഒരു ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ അർബൻ ഏരിയാസിൽ കൂടുതലായിരിക്കും, റൂറൽ ഏരിയാസിൽ കുറവായിരിക്കും, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. പിന്നെ എൻവറോൺമെൻറ്റൽ ക്വാളിറ്റി പറഞ്ഞാൽ റൂറൽ ഏരിയാസിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവറോൺമെൻ്റ് ആയിരിക്കും. അർബൻ ഏരിയാസിൽ കുറച്ച് പൊല്യൂഷനൊക്കെ കോൺജക്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ ക്രിറ്റിക്കലി അനലൈസ് ആൻഡ് ബ്ലറിങ് ബൗണ്ടറീസ്, അതായത് ബാക്കിയുള്ള സംഭവങ്ങൾ പറയാം അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻ്റർ ഡിപ്പെൻഡൻസ്, പരസ്പരം ബന്ധപ്പെട്ടുള്ള സംഭവം. റൂറൽ ഏരിയാസ് പറഞ്ഞാൽ റൂറൽ ഏരിയാസ് പ്രധാനമായിട്ടും ഫുഡ് കൃഷി ചെയ്യുക, പിന്നെ സപ്ലൈ ചെയ്യുക, അങ്ങനത്തെ പണിയാക്കാരം. അതായത് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് ബ്ലറിങ് ബൗണ്ടറീസ് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതിൻ്റെ അടിയിലുള്ളൊരു റൂറൽ അർബൻ്റെ അടിയിലുള്ളൊരു ബൗണ്ടറീസിൻ്റെ ബ്ലറാവുക, അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക എന്നുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ്, അർബനേര് റൂറൽ ആശ്രയിക്കുന്നുണ്ട്. എന്താ കാര്യത്തിൽ റൂറൽ ഫുഡ് ഉണ്ടാക്കുന്നു, റോ മെറ്റീരിയൽസൊക്കെ കൃഷി ചെയ്യുന്നു, മറ്റേ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ അർബനേര് മാർക്കറ്റ് കൊടുക്കുന്നു, പിന്നെ ടെക്നോളജി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ റൂറൽ അർബൻ കോണ്ടിന്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടും റൂർബൻ എന്ന രൂപത്തിൽ, അതായത് രണ്ടും പാടെ കൂടിയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടിനും പാടെ ഒരു കടുത്ത പരിധികൾ വെക്കാതെ രണ്ടിനും ഒരുമിച്ച് കൊണ്ടാകുന്ന രൂപത്തിലുള്ളൊരു സംഭവം സോഷ്യോളജിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷനും മോഡേണൈസേഷനൊക്കെ ടെക്നോളജീസൊക്കെ വന്നതോടുകൂടി അർബൻ ലൈഫ് സ്റ്റൈലിൻ്റെയും റൂറൽ ഏരിയാസിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം, അതായത് ട്രഡീഷണൽ ഡിസ്റ്റിങ്ഷൻ മാറി എന്നാണ്. പിന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ആൻഡ് അർബനൈസേഷൻ ഓഫ് റൂറൽ ഏരിയാസൊക്കെ അർബനൈസേഷൻ വന്നതോടുകൂടി അവിടുത്തെ വികസനങ്ങൾ അർബൻസായി മാറി, റൂറൽ ഏരിയാസ് കുറേ നഗര വികസനങ്ങൾ മാറി. പിന്നെ പക്ഷേ കുറേ നഗരത്തിലെ ആൾക്കാരനെ പീസ്ഫുള്ളായ ജീവിതത്തിന് വേണ്ടി റൂറൽ ഏരിയാസിലേക്ക് പോകുന്നും ചെയ്യുന്നതാണ്. പിന്നെ ഇനീക്വാലിറ്റീസ് എന്നൊക്കെ ഏകദേശം, അതായത് ജാതീയതയും സംഭവങ്ങളൊക്കെ ഏകദേശം ഗ്രാമീണ മേഖലയിൽ നിന്ന് തന്നെ ഒഴിവായതുകൊണ്ട് തന്നെ അവിടുത്തെ ഇനീക്വാലിറ്റീസൊക്കെ കുറവാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ കൺസേൺസ്, അതായത് ആൾക്കാർക്ക് അഗ്രികൾച്ചർ പൊല്യൂഷനും സംഭവങ്ങളൊക്കെ എപ്പോഴും എൻവയോൺമെൻറ്റായിട്ട് ഗ്രാമീണ മേഖലയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യനാണ് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഓൺ ദ റൂറൽ എക്കണോമിക് ഇന്ത്യ. ന്യൂ എക്കണോമിക് പോളിസി പറഞ്ഞാൽ NEP 1991 നിലവിൽ വന്നതാണ്. അതെങ്ങനെ റൂറൽ എക്കണോമിയെ ബാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. NEP പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ 3 സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു നിയമനിർമ്മാണമാണ് NEP എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ ബാധിച്ചു, അതെന്ത് 1991 നിലവിൽ വന്നത്, അത് എന്തിനൊക്കെ ഗ്ലോബൽ എക്കണോമിയോടൊപ്പം ഇന്ത്യൻ എക്കണോമി എത്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പ്രശ്നങ്ങൾ ഇൻഫ്ലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് രൂപം കൊണ്ടെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മെഷേഴ്സ് പറഞ്ഞാൽ ഗവൺമെൻറ് ലിബറലൈസേഷൻ എന്തൊക്കെ ഗവൺമെൻറ് കൺട്രോള് കുറച്ചു. പിന്നെ അഗ്രികൾച്ചറൽ മാർക്കറ്റിനൊക്കെ ഒരു അതിലത്തെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഓരോ കെട്ടിക്കൊടുക്കുകളൊക്കെ ഒഴിവാക്കുന്നവരാണ്. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറച്ചു, അതായത് ഗവൺമെൻറ്റിൻ്റെ റോള് കുറച്ചു. പിന്നെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ പിന്നെ ഗവൺമെൻറ്റിനായി. പിന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, പ്രൈവറ്റായിട്ടുള്ള
ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൂട്ടി അങ്ങനെ ഉണ്ടായത്. ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ചു, പിന്നെ പ്രൈവറ്റിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഇന്ത്യയെ. പിന്നെ ഫോറിൻ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ സ്വീകരിച്ചു. പിന്നെ പാറ്റേൺസിൽ, അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ആവശ്യത്തിനനുസരിച്ച് ക്യാഷ് ക്രോപ്സ്, അത് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റബ്ബർ പോലത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കൃഷി ചെയ്തു. പിന്നെ റൂറൽ ഇൻഡസ്ട്രീസിനെ അതായത് നല്ല ലാർജ് സ്കെയിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസുമായിട്ടുള്ള ഒരു ഇതുണ്ടായി. അതായത് നല്ല അങ്ങനത്തെ വലിയ കൊമേഴ്ഷ്യൽ സാധനങ്ങൾ ഇൻഡസ്ട്രികൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ജാജ്മണി സിസ്റ്റം ആൻഡ് ട്രഡീഷണൽ ഒക്കുപ്പേഷൻ. അപ്പോൾ ജാജ്മണി സിസ്റ്റത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അതായത് ക്യാഷ് പേയ്മെൻറ്റ് വന്നതോടുകൂടി എക്സ്ചേഞ്ച് രൂപത്തിൽ സംഭവങ്ങളൊക്കെ മാറി. പിന്നെ ട്രഡീഷണൽ ക്രാഫ്റ്റ് ആൾക്കാർക്കൊക്കെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടെ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് ഡിഫറൻഷിയേഷൻ NEP-യിൽ പക്ഷേ എന്തൊക്കെ വേറൊരു പ്രശ്നം ഉണ്ടായത്, അതിൻ്റെ ഒരു ക്രിട്ടിസൈസേഷൻ എന്ന് പറഞ്ഞ രൂപത്തിൽ വരുന്നതാണ്. നമ്മുടെ NEP വന്നപ്പോൾ തന്നെ കുറേ കർഷകർക്ക് എന്താണ് നമ്മളെ അഗ്രികൾച്ചർ റവല്യൂഷനിലൊക്കെ കുറേ സംഭവങ്ങൾ കൊടുത്തിരുന്നു. കുറേ നല്ല വിളകളും കാഷ് ക്രോപ്സൊക്കെ കൊടുത്തിരുന്നെങ്കിലും അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായി. അവിടെ ഇനീക്വാലിറ്റീസ് ഉണ്ടായി റൂറൽ ഏരിയാസിൽ. അതായത് ചെറിയ കർഷകർക്ക് ലാൻഡ് ലേബേഴ്സിനൊക്കെ പ്രശ്നങ്ങൾ വഷളാകുകയാണ് ചെയ്തത്. കാരണം ഓലും കുറച്ച് ഉയർന്ന ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിച്ചു, ഗ്യാപ്പ് വർദ്ധിച്ചു, റൂറൽ ഡിസ്ട്രസ് ആവും. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി. സോഷ്യൽ സെക്യൂരിറ്റി കിട്ടിയില്ല ആൾക്കാർക്ക്. അപ്പോൾ ധാരാളം കർഷകർ സൂസൈഡ് ചെയ്യാനും കടങ്ങളൊക്കെ വർദ്ധിച്ചു എന്ന് പറയുന്നത്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഓരോ MGSNA പറഞ്ഞ മാതിരി തന്നെ കുറേ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ NEP കൊണ്ട് എന്തായാലും ഗ്ലോബൽ ഇൻ്റർജങ്ഷൻ, ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായത് റൂറൽ എക്കണോമിയിലും മറ്റ് സംഭവങ്ങളിലൊക്കെ. പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വേരിയസ് റൂൾ ആൻഡ് ഡിഫറെൻറ്റ് ഫോം ഓഫ് റൂറൽ മാരേജ്. റൂറൽ മാരേജിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെ കുറിച്ച് പഠിക്കാനാണ്. എന്തൊക്കെ റൂൾസ് ഓഫ് മാരേജ് ആണെന്നുള്ള കുറേ സംഭവങ്ങളുണ്ട്, ആരൊക്കെ കല്യാണം കഴിക്കണം അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ റൂൾ ബേസ്ഡ് ഓൺ പ്രൊഹിബിഷൻ, അതായത് എൻഡോഗമി പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽസ് അതായത് ഓരോ കല്യാണത്തിനുള്ള ഓരോ നിയമങ്ങളാണ് പറയണത്. എൻഡോഗമി പറഞ്ഞാൽ സ്വന്തം ക്യാഷത്തെ ആൾക്കാർ മാത്രം, സബ് ക്യാഷത്തെ ആൾക്കാർ മാത്രം വിവാഹം കഴിക്കുക. എക്സോഗമി പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ കഴിക്കാം, പക്ഷേ ക്ലാനത്തെ ലീനിയേജത്തെ ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതായത് വില്ലേജ് എക്സോഗമി ഒക്കെ ഉണ്ട്, പുറത്തുള്ള വില്ലേജുകളിൽ നിന്ന് പോയി കല്യാണം കഴിക്കുക. പിന്നെ ചില സംഭവങ്ങൾ, അതായത് ഓരോ ബ്ലഡിൻ്റെ പരസ്പരം സഹോദരങ്ങൾ അങ്ങനത്തെ കല്യാണങ്ങൾ, സഹോദര ബന്ധങ്ങളിലെ ബ്ലഡ് റിലേഷനിലെ ആൾക്കാരുടെ കല്യാണങ്ങളൊക്കെ ഒഴിവാക്കി അതിനൊക്കെ നിരോധിച്ചു എന്ന് പറയുന്നത്. പിന്നെ മാരേജ് ബേസ്ഡ് ഓൺ വൺ സ്റ്റാറ്റസ്, അതായത് ഒരു ഹൈപ്പർഗമി പറഞ്ഞാൽ എന്താ വെച്ചാൽ മാൻ ഫ്രം ഒരു ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്കാർക്ക് താഴ്ന്ന കാസ്റ്റിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാം, പക്ഷേ ഉയർന്ന കാസ്റ്റിലുള്ള സ്ത്രീക്ക് താഴ്ന്ന കാസ്റ്റിലെ പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഹൈപ്പോഗമി പറഞ്ഞതാണ്. പിന്നെ മാരേജ് ബേസ്ഡ് റൂൾസ് ഓഫ് പ്രിഫറൻസ് ഓഫ് പ്യോറിറ്റി, അതായത് പ്രിഫറൻഷ്യൽ മാരേജ്, അതായത് ക്രോസ് കസിൻ മാരേജ്, അങ്ങനത്തെ കസിൻസ് മാരേജൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു, അതൊക്കെ ഇതായി. പിന്നെ അങ്ങനെ പോട്ടെ. പിന്നെ ഫോംസ് ഓഫ് മാരേജിൻ്റെ ഫോംസ് ആരാണ്? മോണോഗമി, അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീ. പോളിഗണി പറഞ്ഞാൽ ഒരു പുരുഷൻ കുറേ സ്ത്രീകളെ വിവാഹം കഴിക്കുക. പോളിയാൻഡ്രി പറഞ്ഞാൽ ഒരു വുമണ് കുറേ പുരുഷന്മാരെ വിവാഹം കഴിക്കുക. ഗ്രൂപ്പ് മാരേജ് പറഞ്ഞാൽ എല്ലാവരും ഗ്രൂപ്പ് മാരേജ്. പിന്നെ ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ് നമുക്കറിയണം തന്നെയാണ്. പിന്നെ ട്രഡീഷണൽ റിച്വലിസ്റ്റിക് മാരേജ്, അത് ഒരു പണ്ടത്തെ ആചാരപരതൊക്കെ അനുസരിച്ചുള്ള മാരേജുകളുണ്ടായിരുന്നു പറയുന്നത്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ, എമർജൻസ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഇൻഡിപെൻഡൻസിന് മുമ്പാണ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻസ്, ഇൻഡിപെൻഡൻസിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു സാധാ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് കുറേ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ അശോക് മെഹ്ത്ത കമ്മിറ്റി, റാവു കമ്മിറ്റി, സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് വായിച്ചു നോക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത് 1992 കോൺസ്റ്റിറ്റ്യൂഷനിലായി ആയത്, അതായത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ്. അതിൽ പ്രധാനപ്പെട്ട സാധനങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ 3 ടയർ സിസ്റ്റമാണ്, വില്ലേജ്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്. പിന്നെ എലക്ഷൻസ് ഉണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും, ഫിനാൻഷ്യൽ പവർ ഉണ്ടാവും, മറ്റു ടാക്സൊക്കെ പിരിക്കാൻ പറ്റിയ ഫങ്ഷൻസ്. അതായത് 29 കുറേ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ അമെൻമെൻറ്റ്സ് ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യന് ഓവർവ്യൂ കണ്ടംപററി റൂറൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ റൂറൽ ഡെവലപ്മെൻറ്റ് ഓവർവ്യൂ എന്താണെന്ന് ചോദിച്ചത്. അതിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം, റൂറൽ ഡെവലപ്മെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ പോവേർട്ടി അലിവേഷൻ അങ്ങനത്തെ സംഭവം കൊണ്ടുവന്നു, മഹാത്മാഗാന്ധി യോജന പോലത്തെ അങ്ങനത്തെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, പ്രധാനമന്ത്രി ഗ്രാമസമയ യോജന പോലത്തെ ഓരോ സംഭവങ്ങൾ, റോഡും സംഭവങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടേഴ്സിലൊക്കെ കുറേ ഫാർമേഴ്സിന് ഇൻകം, പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഓരോ സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ആക്ടിവിറ്റീസ് വിഭജിച്ച് കൊടുക്കുക. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ, ആൾക്കാർക്ക് ഇൻഷുറൻസ്, ഫുഡ് സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക. പിന്നെ ഡിജിറ്റൽ കണക്ടിവിറ്റി, ആൾക്ക് നെറ്റ്വർക്ക് സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. സയൻസ് ടെക്നോളജി അതൊക്കെ ടെക്നോളജിയൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ്, കുറേ പ്രശ്നങ്ങൾ, ബ്യൂറോക്രാറ്റിക് പ്രശ്നങ്ങൾ, കറപ്ഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനീക്വാലിറ്റീസ്, അതിനുള്ളിൽ തന്നെയുള്ള ഇനീക്വാലിറ്റീസ് പ്രശ്നമാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അത് കുറേ കാലാവസ്ഥ പ്രയാസങ്ങളുണ്ടാവും. പിന്നെ മൈഗ്രേഷൻ, റൂറലിന് അർബനിലേക്കെല്ലാം മൈഗ്രേഷൻ. പിന്നെ സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ ഒരു റൂറൽ ഗ്രാമങ്ങളിൽ കുറേ വികസനം കൂടുന്ന പ്രശ്നങ്ങളാണ് കുറിച്ചാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.